വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പേര് അഞ്ജു. വീട് വന്നിട്ട് തൊടുപുഴയാണ്. തൊടുപുഴ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തൊടുപുഴ ഇടുക്കി ജില്ലയിലാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഒരു 2-3 വർഷമായി ഇവിടെ വന്നിട്ട്. ഹസ്ബൻഡിന് ഇവിടെയാണ് ജോലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, ഇവിടെ ഡൽഹിയിൽ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കാണും, സദയം ക്ഷമിക്കുക. അപ്പോൾ ഇപ്പോൾ കാണുന്ന വഴികൾ നല്ല പച്ച കളറിലിരിക്കുന്ന ഈ വഴികൾ കാണുമ്പോൾ പെട്ടെന്ന് കേരളമാണെന്ന് ഓർക്കും. പക്ഷേ കേരളമല്ല, ഡൽഹിയാണ്. മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും പച്ച കളറിലിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഹരിയാന രജിസ്ട്രേഷനുള്ള ഒരു ബസ്സാണ്. ഡൽഹി ആയതുകൊണ്ട് തന്നെ ഹരിയാന രജിസ്ട്രേഷൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലെ ബസ്സുകളും കാറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പോകുന്ന വഴിയിലെല്ലാം റോഡിലെല്ലാം ഇങ്ങനെ പെഡസ്ട്രിയൻ ബ്രിഡ്ജുകളുണ്ട്. സൈക്കിൾ മാത്രം അതിലൂടെ നമുക്ക് വാഹനങ്ങളായിട്ട് കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ബ്ലോക്ക് കുറവ്. ഇല്ലെങ്കിൽ നല്ല ബ്ലോക്കാണ്. നല്ല രസമില്ലേ ബിൽഡിംഗ് കാണാൻ? തീപ്പെട്ടിക്കൂട് ഇരിക്കുന്ന പോലെ അല്ലേ? നിറയെ ഇവിടുത്തെ ബിൽഡിങ് ഫ്ലാറ്റുകളെല്ലാം ഫുള്ളാണ്. ഓരോന്നും ഓരോ സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുക. ആ ടവറിൻ്റെ പേര് മോദി ടവർ എന്നാണ്. ഡൽഹിയിലെ എല്ലാ ബസ്സും ലോ ഫ്ലോർ ബസ്സാണ്. ഫുള്ള് ഇലക്ട്രിക്കാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഞാൻ ഇത്രയും നാളും അമ്പലത്തിൽ പോയിട്ടും കണ്ടിട്ടില്ലായിരുന്നു. വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത് ഞാൻ കാണുന്നത് തന്നെ. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെട്രോ തന്നെയാണ്. ബസ്സുകളും ഉപയോഗിക്കും. പിന്നെ സിഗ്നലുകൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്നും അമ്പലത്തിലേക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു. ഈ അമ്പലം വന്നിട്ട് RK പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 3/4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. പിന്നെ ബ്ലോക്കിൻ്റെയൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അമ്പലത്തിൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യപ്പ മന്ദിർ മാർഗ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. പുറകിലൊരു വലിയ ഫ്ലാറ്റും ഫ്രണ്ടിലൊരു അമ്പലം. ഒത്തിരി മലയാളികൾ വരുന്ന അമ്പലമാണിത്. നമ്മുടെ കേരളത്തിലെ അമ്പലമാകുമ്പം മലയാളികളാണ് കൂടുതൽ വരുന്നത് ഇവിടെ. ഇതാണ് അമ്പലം. എപ്പോഴും ഫ്രണ്ടിൽ 2 സെക്യൂരിറ്റി ഗാർഡുമാരുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലും വണ്ടികൾ
പാർക്ക് ചെയ്യാം. അതല്ലാതെ പാർക്കിംഗ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് മൊത്തം മലയാളികളുടെ വാഹനമാണ്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വാഴ നിൽക്കുന്നു, അവിടെ പേരയുണ്ട്. ഇത് പാർക്കിംഗ് ഏരിയയാണ്. സ്വാമി ശരണം എന്നൊക്കെ എഴുതി മുൻപിൽ തത്വമസി എന്നൊക്കെ മലയാളത്തിൽ എഴുതി. ഒത്തിരി ഞാൻ വീഡിയോ എടുത്തില്ല, അമ്പലമായതുകൊണ്ട് തന്നെ നമ്മളൊരു സുരക്ഷിതത്വം ഉണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാറ്റ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും. ഫ്രീ ആയിട്ടല്ല, ക്യാഷ് കൊടുക്കണം. ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി ഇതായിരിക്കും എല്ലാ ദിവസവും കാണുന്നത്. പണ്ട് ഇവിടെയായിരുന്നു ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറ്റി അവിടെ പുതിയ ബിൽഡിങ് പണിയുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ്. പിന്നെ രാവിലെ ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നെങ്കിലും അവിടെ പോയി ഞങ്ങൾ എന്തായാലും കഴിക്കാറുണ്ട്. കാരണം നമ്മളെല്ലാ മലയാളികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാറുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് ഗ്രൗണ്ടുണ്ട്. ഇപ്പോൾ ഈ പണികൾ കാരണമാണ്, ഇല്ലെങ്കിൽ നല്ല പച്ച കളറിൽ പുല്ലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഇത്. ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴികളാണ്. ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് തിരിയാറായി. ഞങ്ങളുടെ വില്ലേജിൻ്റെ പേര് ആലി ഗാവ് എന്നാണ്. ഇവിടെ ഇങ്ങനെയാണ് ആലി വില്ലേജ്. ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ വില്ലേജിനും ഓരോ ബോർഡൊക്കെ വെച്ച് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ തിരിച്ചേക്കുവാണ്. ഇത് റിക്ഷകളാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് വരാനുള്ള റിക്ഷകളാണ്. 10 രൂപയാണ് ഒരാൾക്ക് വാങ്ങുന്നത് അവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.